ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ടെക്സാസിലെ ഹൂസ്റ്റണിലുള്ള പോലീസ് വകുപ്പിൻ്റെ ഓഫീസിൽ ഇപ്രകാരം ഒരു കുറിപ്പ് വച്ചിട്ടുണ്ട്. നിങ്ങളുടെ മക്കളെ എങ്ങനെ കുറ്റവാളികളാക്കാം. ഒന്നാമത്തെ കാര്യം, ബാല്യകാലം മുതൽ കുട്ടി ആവശ്യപ്പെടുന്നത് എന്തും നൽകുക. അങ്ങനെ അവൻ ആവശ്യപ്പെടുന്നത് എന്തും ലോകം നൽകണമെന്നും എന്നാൽ തനിക്ക് ലോകത്തോട് യാതൊരു കടപ്പാടുമില്ലെന്നുമുള്ള ചിന്ത അവനിൽ വളരും. രണ്ടാമത്തെ കാര്യം, അവൻ ചീത്ത വാക്കുകൾ പറയുമ്പോൾ ചിരിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക. അത് അവനിൽ താൻ വളരെ മിടുക്കനാണെന്ന് ബോധമുയർത്തും. മൂന്നാമത്തെ കാര്യം, 21 വയസ്സ് വരെ അവന് ആത്മീകമായോ ധാർമ്മികമായോ യാതൊരു ഉപദേശവും നൽകാതിരിക്കുക. അതിനുശേഷം അവൻ സ്വയം തിരഞ്ഞെടുക്കട്ടെ. ഇത് അവനിൽ ആത്മവിശ്വാസം വളർത്തും. നാലാമത്തെ കാര്യം, അവന് ഇഷ്ടമുള്ള അശ്ലീല പുസ്തകങ്ങൾ വായിക്കുന്നത് തടസ്സപ്പെടുത്തരുത്. അഞ്ചാമത്തെ കാര്യം, നിങ്ങളുടെ മക്കളുടെ മുമ്പിൽ വെച്ച് ഭാര്യയുമായി ഇടയ്ക്കിടെ വഴക്കുണ്ടാക്കുക. ഇത് അവനിൽ പോരാടാനുള്ള ശക്തി വളർത്തും. എപ്പോഴൊക്കെ പണം അവൻ ആവശ്യപ്പെടുന്നുവോ വേഗത്തിൽ കൊടുക്കുക. ഏഴാമത്തെ കാര്യം, ഇനി വേദനയോടെയും കണ്ണീരിൻ്റെയും ജീവിതം നയിക്കുവാൻ തയ്യാറാവുക. ഈ 7 കാര്യങ്ങളും താഴെ പറയുന്ന ബൈബിൾ വാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പരിശോധിക്കേണ്ടതിൻ്റെ ആവശ്യകതയുണ്ട്. ഒന്നാമത്തെ കാര്യം എന്തായിരുന്നു? ബാല്യകാലം മുതൽ കുട്ടി ആവശ്യപ്പെടുന്നത് എന്തും നൽകുക. ഇന്ന് നമ്മൾ നോക്കുമ്പോൾ 13-ാം അധ്യായത്തിലെ 24-ാം വാക്യം, വടി ഉപയോഗിക്കാത്തവൻ തൻ്റെ മകനെ പകയ്ക്കുന്നു, അവനെ സ്നേഹിക്കുന്നവനോ ചെറുപ്പത്തിലേ അവനെ ശിക്ഷിക്കുന്നു. പ്രിയമുള്ളവരെ, ഞാൻ ട്യൂഷൻ ക്ലാസ്സിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്നോട് എനിക്ക് ഭയങ്കര സങ്കടം തോന്നിയൊരു കാര്യമാണ്. ഒരു അമ്മ എന്നെ വിളിച്ചിട്ട് പറയുവാണ്, മോളെ, എൻ്റെ മകൻ എന്നെ ഒന്നും അനുസരിക്കുന്നില്ല, അവൻ വീട്ടിൽ വന്നു കഴിഞ്ഞൊന്നും പഠിക്കത്തില്ല, ഈ കുട്ടി ഭയങ്കരമായിട്ട് തെറി പറയുന്നു, അപ്പം മോൾ അവനെ ഒന്ന് നന്നാക്കി എടുക്കാമോ എന്ന്. എനിക്കൊന്നും പറയാനുണ്ടായിരുന്നില്ല. കാരണം ആ കുട്ടി സ്വന്തം അപ്പനെയും അമ്മേനെയും പേടിക്കാത്ത ആ കുട്ടി ട്യൂഷൻ ക്ലാസ്സിൽ വന്നിരുന്ന് എന്നെ പേടിക്കുന്നത് എങ്ങനെ? എന്നിട്ട് ആ അമ്മ എന്നോട് സങ്കടത്തോടെ ചോദിക്കുകയാണ്, എൻ്റെ കുട്ടിയൊന്ന് നന്നാക്കി എടുക്കാമെന്ന്. പ്രിയരെ, ഇതൊരു അവിശ്വാസിയുടെ മാത്രം അമ്മയുടെ കഥയല്ല. വിശ്വാസികൾ ഉൾപ്പെടെ ഇന്ന് ലോകം പറയുന്നത് കുട്ടികളെ തല്ലരുത് എന്നൊരു രീതിയിലേക്ക് മാറുമ്പോൾ നമ്മുടെ മക്കളെയും അങ്ങനെ തന്നെ വളർത്താനാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഒരിക്കലും ആകരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ പ്രിയ സഹോദരിമാരെ, ഇനി നമ്മൾ വിവാഹം കഴിച്ചവരായിരിക്കാം, ഇനി കഴിക്കാനുള്ളവരും, ഇപ്പം ഒരുപാട് മക്കളും കൊച്ചുമക്കളും ഒക്കെ ഉള്ളവരായിരിക്കാം. ഇത് തലമുറകൾ പിന്നിട്ട് പോകുമ്പോൾ അടിയുടെ എണ്ണം കുറയും തോറും എനിക്കിപ്പോഴും ആ ഒരു അടിയുടെ പേടിയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ചില കാര്യങ്ങളൊക്കെ ആ ഒരു അടിയുടെ പേരിൽ നമ്മൾ മാറ്റി നിർത്തേണ്ടതുണ്ട്. പക്ഷെ ഞാൻ ഇന്ന് ആ ധാർമ്മിക മൂല്യവും ആത്മീക ബോധത്തോടും വന്ന് നിൽക്കുന്നതിനുള്ള പ്രധാന കാരണം എൻ്റെ അപ്പനും അമ്മയും എന്നെ ശിക്ഷിച്ച് തന്നെയാണ് വളർത്തിയത് എന്നതുകൊണ്ടാണ്. നമ്മുടെ ഓരോരുത്തരുടെയും കാര്യം ഇതുപോലെ തന്നെയാണ്. ഒരിക്കൽ ബൈബിളിൽ തന്നെ പറയുന്നുണ്ട്, നിങ്ങളുടെ മക്കളെ അടിച്ചില്ലെങ്കിൽ അത് ആ മക്കളോടല്ല ചോദിക്കുന്നത്, അത് നിങ്ങളോട് തന്നെയാണ് ദൈവം ചോദിക്കുകയുള്ളൂ. അതിൻ്റെ ഈ പറഞ്ഞ കാര്യത്തെ ഏറ്റവും അവസാനം പറയുന്നത് കൊണ്ട് തന്നെയാണ് ഇനി വേദനയുടെയും കണ്ണീരിൻ്റെയും ജീവിതം നയിക്കുവാൻ തയ്യാറാവുക എന്നത്. മക്കളെ നല്ല രീതിയിൽ വളർത്തുവാൻ ദൈവം നിങ്ങളെല്ലാവരും സഹായിക്കട്ടെ. പിന്നെ ഒരു ജ്ഞാനിയാവാൻ നമ്മുടെ എൻ്റെ ജീവിതത്തിൽ പലപ്പോഴും ഞാൻ കേട്ടിട്ടുണ്ട്, എടി പോത്തെ, നിനക്ക് എന്നെ വട്ടാണോ, നിനക്ക് എന്താ പറഞ്ഞാൽ മനസ്സിലാവാത്തേ, നീ ഇത് ട്യൂബ് ലൈറ്റ് ആണോ എന്നോ പലരുടെയും ഇടയിൽ നിന്ന് എനിക്ക് ആക്ഷേപം അങ്ങനെ രീതിയിൽ കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. നമ്മൾ പലപ്പോഴും അങ്ങനെ ജീവിതത്തിൽ കടന്നു പോയവരായിരിക്കാം, അല്ലെങ്കിൽ കടന്നു പോവാത്തവരായിരിക്കാം, എനിക്കറിയില്ല. പക്ഷേ എൻ്റെ പേഴ്സണലായിട്ടുള്ളൊരു സംഭവമാണ് ഈ പറഞ്ഞത്. അപ്പോഴൊക്കെ എൻ്റെ മനസ്സ് ഭയങ്കരമായിട്ട് വിഷമിച്ചിട്ടുണ്ട്. അപ്പോൾ ദൈവം എന്തുകൊണ്ട് എല്ലാവരും എന്നെ ഇങ്ങനെ വിളിക്കുന്നു, ഇങ്ങനെ പറയുന്നു എന്നൊരു ഇതെനിക്കുണ്ടായിട്ടുണ്ട്. പക്ഷേ പിന്നീട് ഞാൻ മുമ്പോട്ട് വന്നു കഴിഞ്ഞപ്പോൾ യഹോവഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു എന്നുള്ളൊരു വാക്യം. പ്രിയരെ, തൻ്റെ പിതാവ് തൻ്റെ മകനെ നമുക്കായി ക്രൂസിൽ ഏൽപ്പിച്ചപ്പോൾ ആ പിതാവ് നമുക്ക് സകലവും തരാതിരിക്കുമോ എന്നൊരു വാക്യം നമ്മൾ എല്ലായ്പ്പോഴും കേട്ടിട്ടുണ്ടാവും. അതുപോലെ ജ്ഞാനവും വിവേകവും പരിജ്ഞാനവും എല്ലാം നമ്മുടെ ദൈവം നമുക്ക് തരും. അപ്പോൾ പക്ഷെ ആരോട് കൂടെ നടക്കണം എന്നുള്ളതും അവിടെ ഒരു വിഷയമാണ്. 13-ാം അധ്യായം 20-ാം വാക്യം പറയുന്നു, ജ്ഞാനികളോട് കൂടെ നടക്കുക, നീയും ജ്ഞാനിയാകും. ഭോഷന്മാർക്ക് കൂട്ടാളിയായവനോ വ്യസനിക്കേണ്ടി വരും. ആത്മീയതയിലായാലും ഭൗതികമായാലും നിങ്ങൾ ആരുടെ കൂടെയാണ് നടക്കുന്നത് എന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്.
ഒരുവന് വലിയവനായി തീരാനുള്ള പ്രധാന മാർഗം ഒരു വലിയ ഒരാളെ പിൻപറ്റുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അവൻ അവരുടെ നടപ്പും ഇരിപ്പും സംസാരവും എല്ലാം അതേപടി പകർത്താൻ നമ്മൾ ശ്രമിക്കും. തുടർന്ന് വിവേകമുള്ള പെരുമാറ്റം ആർക്കാണോ ഈ ശിഷ്യനും കിട്ടിത്തുടങ്ങും. മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടൊരു സൗരഭ്യം എന്ന ആപ്തവാക്യം ഈ ബന്ധത്തിന് നല്ലൊരു പരിഗണനാർഹമാണ്. ആരും ഒരാളും ജ്ഞാനിയായിട്ടല്ല ജനിച്ചത്. ഈ ജ്ഞാനത്തെ അവർ സമ്പാദിക്കുകയാണ് ചെയ്തത്. അത് ഭൗതികമായിട്ട് നമുക്ക് സമ്പാദിക്കാം, ആത്മീകമായിട്ട് നമുക്ക് സമ്പാദിക്കാം. പക്ഷേ മോർ ഓവർ എപ്പോഴും നമ്മൾ ചുറ്റുമുള്ളവർ വിദ്യാദാനം മഹാദാനം എന്ന് പറഞ്ഞ് നമ്മൾ കേൾക്കാറുണ്ടല്ലേ. ഇപ്പോൾ ആര് ചോദിച്ചാലും നിൻ്റെ മനസ്സിൽ നിന്ന് നിൻ്റെ എല്ലാം കൊള്ളയടിക്കപ്പെട്ടാലും നിൻ്റെ വിദ്യയെ ആരും അടിക്കില്ല, നീ പഠിച്ചത് എന്തായാലും ഒരിക്കലും ആർക്കും വിട്ടുകൊടുക്കത്തില്ല എന്ന് ഒരിക്കൽ നമ്മുടെ ലൈഫിൽ എപ്പോഴെങ്കിലും നമ്മൾ കേട്ടിട്ടുണ്ടാവും. പക്ഷെ ഞാൻ പറയട്ടെ, ഈ വിദ്യാധനം മഹാധനം എന്നതിനേക്കാൾ ഉപരി ആത്മീയമായ ആ വളർച്ച, ആത്മീയമായിട്ടുള്ള ആ ധനം, കർത്താവായ യേശുക്രിസ്തു എന്ന ഒരു ധനമാണ് പ്രിയരെ നമ്മുടെ ഏറ്റവും വലിയ മഹാധനം എന്ന് നമ്മൾ വിചാരിക്കേണ്ടത്. അല്ലാതെ ഈ മുന്നിൽ കാണുന്ന സമ്പത്തോ അല്ലെങ്കിൽ ഞാൻ വെച്ച വീടോ എൻ്റെ ഈ ഡ്രസ്സോ എനിക്ക് ഇന്നായിട്ട് അവിടെ സ്ഥലമുണ്ട്, ഇത്ര രൂപ എനിക്ക് ബാങ്ക് ബാലൻസ് ഉണ്ട്, അതൊന്നും അല്ല നമ്മുടെ ധനം. നമ്മുടെ ധനം എന്നുള്ളത് കർത്താവായ യേശുക്രിസ്തു മാത്രമാണ്. നിങ്ങളുടെ സമ്പത്ത് എവിടെ ഇരിക്കുന്നതോ അവിടെയാണ് നിങ്ങളുടെ കണ്ണും മനസ്സുമായി എല്ലാ ശരീരവും ഉൾപ്പെടെ അവിടെയായിരിക്കും ഇരിക്കുന്നത്. അപ്പം ആ ഒരു ധനം നമ്മൾ ആരിലായിരിക്കും കേന്ദ്രീകരിക്കേണ്ടത്, അല്ലെങ്കിൽ എവിടെയായിരിക്കണം കേന്ദ്രീകരിക്കേണ്ടത്, ആരുടെ കൂടെ ആയിരിക്കണം നടക്കേണ്ടത് എന്നുള്ളതെല്ലാം നമ്മൾ വേണം ചിന്തിക്കാൻ. ഈ ചങ്ങാതി നന്നായി കണ്ണാടി വേണ്ട എന്ന് പറയും പോലെ തന്നെ നമ്മൾ ആരോട് കൂടെ നടക്കണം? കർത്താവായ യേശുക്രിസ്തുവോട് കൂടെ നടക്കണം. നമ്മുടെ ചങ്ങാതി ആരായിരിക്കണം? കർത്താവായ യേശുക്രിസ്തു ആയിരിക്കണം. നമ്മുടെ കണ്ണാടി എന്തായിരിക്കണം? നമ്മുടെ വചനമായിരിക്കണം. നമ്മുടെ ജ്ഞാനം എന്തിലായിരിക്കണം? കർത്താവായ യേശുക്രിസ്തുവിലായിരിക്കണം. അങ്ങനെ സകലവും നിങ്ങളുടെ ചിന്താകുലവും നിങ്ങളുടെ പ്രവൃത്തിയും നിങ്ങളുടെ വാക്കും നോട്ടവും എന്ത് കാര്യമായാലും കർത്താവായ യേശുക്രിസ്തുവിലേക്ക് കേന്ദ്രീകരിക്കപ്പെടട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവനാമം മാത്രം എന്നും എന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.